ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹീറോ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെയിനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ അയച്ചാൽ കേട്ടോ. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ലൈൻഡർ ഇട്ടാണ് കേട്ടോ. കമ്പനി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ്ട. അപ്പോൾ അതൊന്ന് റബ്ബ് ചെയ്ത് തൽക്കാലം നമുക്ക് പോളിഷ് ചെയ്യണമൊന്നുമില്ല, കാരണം ഒരു പ്രാവശ്യം പോളിഷ് ചെയ്തേക്കണമാണ്. അപ്പോൾ ഒന്ന് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ബാക്കിലത്തെ ടയർ ഫ്ലാറ്റായിട്ട് തേമാനം മണ്ണ മോഡലാണ് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഒരു സ്മൂത്ത്നെസ് കുറവുണ്ടാവും. അത് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മോഡൽ ഇട്ടേക്കണതുകൊണ്ട് അതിൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ഒരു പാളിച്ച കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റ് ലൂസായിട്ടുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യാം. എയർ ഫിൽറ്റർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ക്രാങ്കിൻ്റെ സൗണ്ടാണ്. നമ്മളന്ന് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ സിലിണ്ടർ ബോർ ചെയ്ത് നമ്മൾ കയറ്റിയിട്ടായിരുന്നു. പിന്നെ കൂടുതൽ കംപ്ലയിൻറ്റിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഫുള്ളായിട്ട് അഴിച്ച് എഞ്ചിൻ ഫുൾ സെറ്റ് വർക്കായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ സൗണ്ട് ആരംഭമാണ്. ഓയിൽ ലെവൽ കാര്യങ്ങൾ കുറവൊന്നുമില്ല, നിലയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള് ചെറുതായിട്ട് ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പൊട്ടലും വേണമുണ്ട്, വലിഞ്ഞ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ബ്രേക്കിൻ്റെ കേബിളൊന്ന് മാറ്റിയിടണം. പിന്നെ ഫ്രണ്ട് ജസ്റ്റ് പോയി ഒന്ന് മുട്ടിയായിരുന്നു ഫ്രണ്ടിലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഈ ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് ഫുൾ അലൈൻമെൻറ്റ് ഉള്ളിലേക്ക് പോയി മൊത്തം കൂടിപ്പോയുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റ് മാത്രം ഒന്ന് മാറ്റിയിടാം. വൈസറിൻ്റെ ഉള്ളൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്, അതായത് ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിയായിരിക്കണേ. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ക്രൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അത് പിടിപ്പിക്കാം. അതേപോലെ ഇതും ഈ സൈഡും നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ഈ കവറ് പൊട്ടിയാണ് കവറിൻ്റെ കേസും നമുക്ക് ചെയ്യാം കേട്ടോ. അത് മാറ്റണ സമയത്ത് പിന്നീട് എന്തെങ്കിലും നമുക്ക് എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിലേക്ക് വരണം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഐറ്റൊക്കെ നമുക്ക് വരുത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ പൊട്ടി നിൽക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. തൽക്കാലം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.68 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോഴും വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. പുതിയ ബാറ്ററിയാണ് കേട്ടോ, 2023 എന്നാലും സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ചെക്കിങ് ഉള്ളത് കൊണ്ട് ഞാനത് പെടുത്തിയെന്നുള്ളൂ. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു വർക്ക്. അതിൻ്റെ ഏകദേശം ഒരു രൂപ അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. നമുക്കൊന്ന് റീപ്ലേസ്മെൻറ്റായിട്ട് ചെയ്യേണ്ടി വന്ന പാർട്സുകളൊന്നുകൂടി ഞാൻ പറയാം. എഞ്ചിൻ ഓയിൽ മാറണം. പിന്നെ നമുക്ക് ബാക്കിലത്തെ ആ വീലിൻ്റെ അവിടെ വന്ന റബ്ബർ കട്ടകളില്ലേ, ഡാമ്പർ റബ്ബർ, അത് മൊത്തം പൊട്ടി കിടക്കണം. അപ്പോൾ അതൊന്ന് മാറ്റാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ പ്ലഗൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറണം. ഈ ഹെഡ് ലൈറ്റിൻ്റെ ബ്രാക്കറ്റ് മാറ്റിയിടാം, ആക്സിലേറ്റർ കേബിൾ മാറ്റാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഞാൻ പറഞ്ഞതൊന്നുമല്ലേ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ കേട്ടോ. പിന്നെ എഞ്ചിൻ സൗണ്ടിൻ്റെ കേസ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ തൽക്കാലം നോക്കണമെന്നില്ല. അത് തൽക്കാലം നിൽക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് അത് കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ അഴിച്ച് ഫുൾ വർക്കായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത്ര കേസാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം. ഓക്കെ.